കാർഷിക സംസ്കൃതിയുടെ പോയ കാലത്തിന്റെ ഓർമ്മ പുതുക്കി ഓമശ്ശേരി റോയാഡ് ഫാം ഹൗസിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും നാട്ടുകാരുമെല്ലാം ആവേശത്തോടെ കാർഷികോത്സവത്തിൽ പങ്കാളികളായി. കാർഷിക പെരുമയുടെ പഴയകാല ഓർമ്മകൾ പുതുക്കി ഓമശ്ശേരി റോയാഡ് ഫാം ഹൗസിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക മംഗലത്ത വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പുതിയ തലമുറയെ മണ്ണിലേക്കും കൃഷിയിലേക്കും മടക്കിക്കൊണ്ടുവരാൻ ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഇന്ന് നമ്മൾ റോയാഡ് ഫാമിലെ കൊയ്ത്തുത്സവമാണ്. സത്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പുതിയ തലമുറയ്ക്ക് കൃഷി എന്താണെന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഈ റോയാഡ് ഫാം. ഇവിടെ നെൽകൃഷിയും പച്ചക്കറിയും അതുപോലെ ഫലവൃക്ഷങ്ങളും എല്ലാം നിറഞ്ഞു കായ്ച്ചു നിൽക്കുകയാണ്. കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇവിടെ എത്തുമ്പോൾ അവർക്ക് കൃഷി അനുഭവിക്കാം. ഇന്ന് നെൽകൃഷി എന്താണെന്നും നെല്ല് വിളവെടുത്താണ് നമ്മൾ ഈ അരിയാഹാരം കിട്ടുന്നതെന്നും ഒക്കെയുള്ള അനുഭവങ്ങൾ ഇവർക്ക് കിട്ടുകയാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് അഗ്രോ ഫാം ടൂറിസം പദ്ധതിയുടെ ഒരു ഭാഗം കൂടിയാണ് ഈ ഫാം എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കൃഷി വകുപ്പും അതുപോലെ തദ്ദേശ വകുപ്പും ചേർന്നാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ റോയാഡ് ഫാം ഇന്ന് ഏറ്റവും മികച്ച ഒരു ഫാമായിട്ട് കാഫ്റ്റിലെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അനേകം വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ വന്ന് കൃഷി പഠിക്കാനും അതുപോലെ വളരെ സന്തോഷമായിട്ട് കൃഷി അനുഭവിച്ചറിഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. എല്ലാ ആശംസകളും അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ചടങ്ങിൽ കൊടുവള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC ഹുസൈൻ കൃഷിയും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. പുതിയ തലമുറക്ക് നെല്ല് മാത്രമല്ല എല്ലാ വിളകളും, മധുരക്കിഴങ്ങ്, അതുപോലെ തന്നെ കപ്പ, അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. മാംഗോസ്റ്റിന്, റംബുട്ടാനൊക്കെ ഞങ്ങളെടുത്ത് വിളവെടുക്കാനുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കൃഷിയിലേക്ക്, അതായത് ജൈവ രീതിയിലേക്ക് ആൾക്കാരെ, പുതിയ തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. പഴയകാലത്ത് അവിലുണ്ടാക്കിയതിന് ഒരു പഴയകാലത്ത് അരി എങ്ങനെ വരുന്നു എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അപ്പം ഞങ്ങൾക്ക് ആ നെല്ല്, തവിട്, ഉമി ഇതെല്ലാം നെല്ലിൻ്റെ വിവിധ രൂപങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ കൃഷിയുടെ, നമ്മൾ പണ്ട് കൃഷിയായിരുന്ന എല്ലാം, മണ്ണും മനുഷ്യനും പ്രകൃതിയും സകല ജീവജാലങ്ങളും ഒന്നായിരുന്നു എന്നുള്ള പണ്ടത്തെ നമ്മുടെ ആ പൂർവ്വസ്ഥിതി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓമശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സൗദ ടീച്ചർ, കൊടുവള്ളി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ മോഹൻ, ഓമശ്ശേരി കൃഷി ഓഫീസർ വിഷ്ണു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർക്കും നാട്ടുകാർക്കുമൊപ്പം വിദ്യാർത്ഥികളും കാർഷികോത്സവത്തിൽ പങ്കാളികളായി. പാഠപുസ്തകങ്ങൾക്കപ്പുറം കൃഷിയുടെ പ്രായോഗിക പാഠങ്ങൾ നേരിട്ടറിയാൻ ലഭിച്ച ഈ അവസരം കുട്ടികൾക്ക് വേറിട്ടൊരു അനുഭവമായി. എൻ്റെ പേര് സൻഹ ഫാത്തിമ. ഞാൻ പഠിക്കുന്നത് വിദ്യാഭോഷിണി LP സ്കൂൾ ഓമശ്ശേരിയിലാണ്. ഞങ്ങൾ റോയാഡ് ഫാം ഹൗസിൽ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമായിട്ടാണ് ഇവിടെ തോന്നിയത്. ഇവിടെ നെല്ല് വറക്കുന്നതും അവിലുണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിട്ട് തോന്നി. അവിലിടിയും കപ്പച്ചുടലും നാടിന്റെ തനിമ വിളിച്ചോതുന്ന പാട്ടുകളും ആവേശവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന കൊയ്ത്തുത്സവം പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതായി. ACV ന്യൂസ് കോഴിക്കോട്.